Welcome to the YouTube channel of Vyasa Institute of Mathematics. ഈ ചാനലിലൂടെ ബാങ്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും PSC ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും സഹായകരമായ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ തരുന്നത്. പല എപ്പിസോഡുകളിലായി ബാങ്ക് ടെസ്റ്റിൻ്റെയും PSCയുടെയും എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ഒരു ചാനലാണിത്. എല്ലാവരും കൃത്യമായി എല്ലാ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരുന്നാൽ, അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും മികച്ച സ്കോറുകൾ തന്നെ ടെസ്റ്റിന് വാങ്ങിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇതിനെ അറിയിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ, ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏജ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചാണ്. PSC പരീക്ഷകൾക്കും ബാങ്ക് ടെസ്റ്റിന്റെ പരീക്ഷകൾക്കും ഏജ് എന്നതുമായി ചേർത്തുകൊണ്ടുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനുള്ള ജനറൽ ടിപ്സ് ആണ് ഈ എപ്പിസോഡിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ എല്ലാം അതിൽ റേഷ്യോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, റേഷ്യോ എന്നുള്ള വാക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്വസ്റ്റ്യനുകൾ എപ്പോഴും വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ദ സം ഓഫ് the ages of two persons A and B is 70 and the ratio of their ages is 4:3. ഇതുപോലെയുള്ള വേർഡിങ്സ് ആയിരിക്കും ഏജ് റിലേറ്റഡ് പ്രോബ്ലംസിലൊക്കെ ഉണ്ടാകുക. സം ഓഫ് ദി ഏജസ് ഓഫ് ടു പേഴ്സൺസ് A and B is 70 and the ratio of their ages is 4:3. ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ഒരാളുടെ ഏജ് 4 ആണെങ്കിൽ മറ്റയാളുടെ ഏജ് 3 എന്ന് തന്നെയാകണമെന്ന് നിർബന്ധമില്ല. കാരണം 4:3 എന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ ആ എയുടെ ഏജും ബിയുടെ ഏജും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 4/3 കിട്ടും എന്നാണ് അർത്ഥം. ഇങ്ങനെ കിട്ടണമെങ്കിൽ എയുടെ ഏജ് 4 ആവുകയും ബിയുടെ ഏജ് 3 ആയാലും മതി. മറിച്ച് എയുടെ ഏജ് 8ഉം ബിയുടെ ഏജ് 6 ആയാലും മതിയല്ലോ. അപ്പോഴും റേഷ്യോ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4/3 തന്നെ കിട്ടും. എയുടെ ഏജ് 12ഉം ബിയുടെ ഏജ് 9 ആയാലും മതി. അപ്പോഴും 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4:3 തന്നെ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ റേഷ്യോ 4:3 എന്ന് പറയുമ്പോൾ എയുടെ ഏജ് 4 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 12 അങ്ങനെ 4ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ബിയുടെ ഏജ് അതേ മൾട്ടിപ്പിൾ തന്നെ 3, 6. ഇവിടെ 4x1 വന്നാൽ 3x1, 4x2 ആകുമ്പോൾ 3x2, 4x3 ആകുമ്പോൾ 3x3. അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം എയുടെയും ബിയുടെയും ഏജുകൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 4:3 ആണ് റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരാളുടെ ഏജ് 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എങ്കിൽ മറ്റേയാളുടെ ഏജ് 3യുടെ അതേ നമ്പറിന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് എന്നർത്ഥം. എയുടെ ഏജ് 4 into k എന്നെടുത്താൽ ബിയുടെ ഏജ് 3 into k എന്ന് എടുക്കാം. റേഷ്യോ 4:3 എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. പൊതുവെ റേഷ്യോ ഉൾപ്പെട്ട ക്വസ്റ്റ്യനുകളിലെല്ലാം ഇതുപോലെ ഒരു കോൺസ്റ്റന്റ്, ഈ k എന്നൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കാം അതിനെ. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ റേഷ്യോ പാർട്ട് മാറ്റിയെടുക്കുകയാണ് പൊതുവെ ഉള്ള മെത്തേഡ്. മറ്റ് ചില മെത്തേഡുകൾ ഞാൻ പുറകെ പറഞ്ഞു തരാം.
അങ്ങനെ ഇപ്പൊ ഈ പ്രോബ്ലത്തില് ദ സം ഓഫ് ദി ഏജസ് ഓഫ് ടു പേഴ്സൺസ് എ ആൻഡ് ബി ഈസ് 70 ആൻഡ് ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഈസ് 4:3 എന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ ഏജ് 4K എടുത്താൽ മറ്റേയാളുടെ ഏജ് 3K എന്നും എടുക്കുന്നു. അപ്പോൾ സം 70 ആണെന്ന് പറഞ്ഞതുകൊണ്ട് 4K പ്ലസ് 3K 4K പ്ലസ് 3K ഈക്വൽ ടു 70 എന്ന് മനസ്സിലാക്കാം. 4K പ്ലസ് 3K ഈക്വൽ ടു 70 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നു 7K ഈക്വൽ ടു 70. 7K ഈക്വൽ ടു 70 ആയാൽ അപ്പോൾ K എന്നതിന്റെ വാല്യൂ 70 ഡിവൈഡ് ബൈ 7 ആയി. 70 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ എടുത്ത K എന്നുള്ള കോൺസ്റ്റന്റ് വാല്യൂ 10 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ഏജ് ഇനി നമുക്ക് പറയാം 4 into 10 അതായത് 40 ആണ്. ബിയുടെ ഏജ് നമുക്ക് പറയാം 3 into 10 ഈക്വൽ ടു 30 ആണ്. അങ്ങനെ ഏജുകളുടെ സമം തന്നു, അതിന്റെ റേഷ്യോയും തന്നപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഏജുകൾ കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് K എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടല്ലാതെയും ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നതിന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഏജുകളുടെ സം 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജുകളുടെ റേഷ്യോ 4:3 എന്നും പറയുന്നുണ്ട്. ഏജുകളുടെ സം 70 എന്നും തന്നു, ഏജുകളുടെ റേഷ്യോ 4:3 എന്നും തന്നു. അതിന്റെ അർത്ഥം ടോട്ടൽ 4 പ്ലസ് 3 7 യൂണിറ്റുകളായിട്ട് ഇതിനെ മാറ്റിയാൽ 4 3 രണ്ട് നമ്പറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 4 പ്ലസ് 3 7 യൂണിറ്റുകൾ ആ റേഷ്യോയിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതില് 4 യൂണിറ്റുകൾ എക്കുള്ളതാണ്. ടോട്ടൽ 7 യൂണിറ്റുകളിൽ 4 യൂണിറ്റുകൾ എക്കുള്ളതാണ്, 3 യൂണിറ്റുകൾ ബിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ഏജ് ഇവിടെ പറയാവുന്നത് 4 ഔട്ട് ഓഫ് 7. ടോട്ടൽ 7 ഉണ്ട്. 4 ഔട്ട് ഓഫ് 7 ഓഫ് 70. രണ്ടുപേരുടെയും കൂടെയുള്ള ഏജിന്റെ സം 70 ആണ്. അപ്പോൾ എയുടെ ഏജ് നമുക്ക് പറയണമെങ്കിൽ 4/7 ഓഫ് 70 എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 7ഉം 70യും കൂടെ കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടി. സോ 4 into 10 ഈക്വൽ ടു 40 ആണ് എയുടെ ഏജ് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ബിയുടെ ഏജ് പറയുന്നതിന് 4/7 പകരം 3/7 എടുത്താൽ മതി. ബിയുടെ ഏജ് 3 ഔട്ട് ഓഫ് 7 ഓഫ് 70 എന്ന് മനസ്സിലാക്കാം. 3 ഔട്ട് ഓഫ് 7, 3 ഔട്ട് ഓഫ് ടോട്ടൽ 7 ഓഫ് 70. അപ്പോൾ 7 കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടി, ഈക്വൽ ടു 30 എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഏജിന്റെ പ്രോബ്ലത്തിൽ സം തന്നു, റേഷ്യോയും തന്നാൽ നമുക്ക് ഈ രീതിയിൽ റേഷ്യോ ഉൾപ്പെട്ട ക്വസ്റ്റ്യനുകളെ ജനറലായി ചെയ്യാനുള്ള മെത്തേഡാണ് കോൺസ്റ്റന്റ് K ചേർത്ത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഉപയോഗിച്ചുകൊണ്ട് റേഷ്യോയെ മാറ്റിയെടുക്കുക. പക്ഷേ സം തരുന്ന പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ K ഇല്ലാതെ തന്നെ, K ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ഏജിന്റെ പ്രോബ്ലത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പ്രസന്റ് ഏജസ് ഓഫ് A and B are in the ratio 4:3. Present ages of A and B are in the ratio 4:3. After 5 years, their ages
are in the ratio 9:7. Present ages of A and B are in the ratio 4:3. After 5 years, their ages are in the ratio 9:7. So, what are their present ages? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. Present ages of A and B are in the ratio 4:3. After 5 years, their ages are in the ratio 9:7. What are their present ages? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അതിൽ ഏത് മെത്തേഡാണ് നല്ലതെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇവിടെ പ്രസന്റ് ഏജസ് ആർ ഇൻ ദ റേഷ്യോ 4:3 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു എയുടെ ഏജ് 4K എന്ന് എടുത്താൽ ബിയുടെ ഏജ് 3K എന്ന് എടുക്കാമല്ലോ. എയുടെ ഏജ് 4K, റേഷ്യോയിൽ എപ്പോഴും കോൺസ്റ്റന്റ് ചേർത്ത് റേഷ്യോയെ മാറ്റിയെടുക്കാം. അപ്പൊ എയുടെ ഏജ് 4K എന്നെടുത്താൽ ബിയുടെ ഏജ് 3K ആണ്. ഇനി ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 5 ഇയേഴ്സ് റേഷ്യോ 9:7 ആണ്. എയുടെ പ്രസന്റ് ഏജ് 4K ആണെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് ഉള്ള എയുടെ ഏജ് 4K പ്ലസ് 5 വരില്ലേ? എയുടെ പ്രസന്റ് ഏജ് 4K ആണ്. അപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് എയുടെ ഏജ് 4K പ്ലസ് 5. ബിയുടെ പ്രസന്റ് ഏജ് 3K ആണ്. അപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് ബിയുടെ ഏജ് 3K പ്ലസ് 5 വരും. അപ്പോഴുള്ള റേഷ്യോയാണ് 9:7 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം 4K പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3K പ്ലസ് 5 ഈസ് ഈക്വൽ ടു 9/7 എന്നായി. 4K പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3K പ്ലസ് 5 ഈക്വൽ ടു 9/7. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 into 4K plus 5 equal to 9 into 3K plus 5 എന്ന് കിട്ടും. 7 into 4K plus 5 equal to 9 into 3K plus 5 എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 into 4 28K plus 7 into 5 35 equal to 9 into 3 27K plus 9 into 5 45 ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നമുക്ക് 28Kയും ഇവിടെ 27Kയും ഉണ്ട്. അപ്പോൾ 28K മൈനസ് 27K എന്നായി ഈക്വൽ ടു 45 മൈനസ് 35 എന്നല്ല. അപ്പോൾ 28K മൈനസ് 27K എന്നുള്ളത് K, ഇത് 10. സോ ആ K എന്നെടുത്തതിന്റെ വാല്യൂ 10 എന്ന് കിട്ടി. നമ്മൾ എയുടെ ഏജ് ആണ് 4K എന്നെടുത്തത്, ബിയുടെ ഏജ് 3K എന്ന് എടുത്തു. അതിലെ K എന്നുള്ള നമ്പറിന്റെ വാല്യൂ 10 എന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. Therefore, എയുടെ ഏജ് 4 into 10, ബിയുടെ ഏജ് 3 into 10. അപ്പോൾ എയുടെ ഏജ് ഈക്വൽ ടു 40, ബിയുടെ ഏജ് ഈക്വൽ ടു 30 ഇങ്ങനെ കിട്ടി. രണ്ട് ടൈം പീരീഡിലുള്ള റേഷ്യോ തരുന്നു. പ്രസന്റ് റേഷ്യോ 4:3, ആഫ്റ്റർ 5 ഉള്ള റേഷ്യോ 9:7. അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എയുടെയും ബിയുടെയും പെർസെന്റേജ് കണ്ടുപിടിച്ചു. ഇനി ഇതേ പ്രോബ്ലം തന്നെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് അല്ലാതെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. കെ എന്ന രീതിയിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് ടൈം സേവിംഗ് ആണ് ആവശ്യമുള്ളത്. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആൻസർ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ടൈം സേവിംഗ് മെത്തേഡിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ 4:3 എന്നും ആഫ്റ്റർ 5 ഇയറിന്റെ റേഷ്യോ 9:7 എന്നും തന്നിട്ടുണ്ട്.
ഷോർട്ട് കട്ട് മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് പ്രസന്റിന്റെ ടൈമാണ്, മറ്റത് ആഫ്റ്റർ 5 ഇയേഴ്സിന്റെ റേഷ്യോയാണ്. പ്രസന്റും ആഫ്റ്റർ 5 ഇയറും എന്ന് പറയുമ്പോൾ അതില് ടൈം പീരീഡിൽ ആദ്യം വരേണ്ടത് പ്രസന്റ് അല്ലേ? ടൈം പീരീഡിൽ രണ്ടാമത് വരുന്നതാണ് ആഫ്റ്റർ 5 ഇയർ ഉള്ളത്. ഓർക്കണം, ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നതെന്നോ ക്വസ്റ്റ്യനിൽ രണ്ടാമത് പറയുന്നതെന്നല്ല. പ്രസന്റും ആഫ്റ്റർ 5 ഇയറും പറയുമ്പോൾ ടൈം യൂണിറ്റിൽ ആദ്യം വരുന്നത് പ്രസന്റ് ആണ്, ടൈം യൂണിറ്റിൽ രണ്ടാമത് വരുന്നതാണ് ആഫ്റ്റർ 5 ഇയർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് ഏജിന്റെ റേഷ്യോ 4:3 എന്നും ബിഫോർ 5 ഇയർ ഉള്ള റേഷ്യോ 7:5 എന്നും തന്നിരുന്നുവെങ്കിൽ അപ്പോൾ ടൈം പീരീഡിൽ ആദ്യം വരേണ്ടത് ബിഫോർ 5 ഇയർ ആണ്. പ്രസന്റ് തരുന്നു, ബിഫോർ 5 ഇയർ തരുന്നു, അപ്പോൾ ടൈം പീരീഡിൽ ആദ്യം വരേണ്ടത് ബിഫോർ 5 ഇയർ ആണ്. അങ്ങനെ ക്വസ്റ്റ്യനില് ടൈം പീരീഡിൽ ആദ്യം വരേണ്ട റേഷ്യോ എന്താണോ അത് ഫസ്റ്റ് ലൈനിൽ എഴുതി വെക്കുക. വേറെ ഒന്നും എഴുതണ്ട, ഫസ്റ്റ് ലൈനിൽ ടൈം പീരീഡിൽ ആദ്യം വരുന്ന റേഷ്യോ എഴുതുക. രണ്ടാമത്തെ റേഷ്യോ, ടൈം പീരീഡിൽ രണ്ടാമത് വരുന്ന റേഷ്യോ, ഹിയർ ഇറ്റ് ഈസ് 9:7, അത് സെക്കൻഡ് ലൈനിൽ എഴുതുക. ടൈം പീരീഡിൽ ആദ്യം വരുന്ന റേഷ്യോ ഫസ്റ്റ് ലൈനിൽ എഴുതുക, ടൈം പീരീഡിൽ രണ്ടാമത് വരുന്ന റേഷ്യോ സെക്കൻഡ് ലൈനിൽ എഴുതുക. ഇനി അതിന്റെ താഴത്തെ ലൈനിൽ ഇതിനിടയ്ക്ക് പറഞ്ഞ ഇയർ എഴുതുക. ഇയർ ഇവിടെ 5 ഇയർ ആണ്, അപ്പോൾ ഇതിന്റെ താഴത്തെ ലൈനിൽ ആ 5 എന്നത് എഴുതണം. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം, രണ്ട് ടൈം പീരീഡ് പറഞ്ഞിട്ടുള്ളതിൽ ഇവിടെ പ്രസന്റും ആഫ്റ്റർ 5 ഇയറും ആണ്. അതിൽ പ്രസന്റ് ആണ് ഫസ്റ്റ് ടൈം വരേണ്ടത്, ആഫ്റ്റർ 5 ഇയർ വരുമ്പോൾ രണ്ടാമത്തെ ടൈമാണ്. അതുകൊണ്ട് പ്രസന്റിന്റെ റേഷ്യോ ഫസ്റ്റ് ലൈനിലും ആഫ്റ്റർ 5 ഇയറിന്റെ റേഷ്യോ സെക്കൻഡ് ലൈനിലും അതിനിടയ്ക്ക് പറഞ്ഞ ഇയർ മൂന്നാമത്തെ ലൈനിലും എഴുതുന്നു. അപ്പോൾ പ്രസന്റ് റേഷ്യോ 4:3 ബിഫോർ 5 ഇയർ 7:5 ആയിരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ എഴുതേണ്ടത് 7:5 ആണ്, സെക്കൻഡ് ലൈനിലാണ് 4:3 എഴുതേണ്ടത്. അതിന്റെ താഴത്തെ ലൈനിൽ ഇടയ്ക്കുള്ള ഇയർ എഴുതണം. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക. 4ഉം 7ഉം കൂടി ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 28 കിട്ടും. അടുത്തത് ഇത് 9ഉം 3ഉം കൂടി ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അത് 27ഉം കിട്ടും. ഇത് ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 28 കിട്ടി, ഇത് ഡയഗണലി മൾട്ടിപ്ലൈ 27 കിട്ടി. ഇവയുടെ ഡിഫറൻസ് എടുക്കുക. ഇവയുടെ ഡിഫറൻസ് 28 - 27 = 1 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടിയതിന്റെ ഡിഫറൻസ് എടുത്തു. അഗൈൻ അടുത്ത ലൈനുമായിട്ട് ഇതുപോലെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 5 45 അല്ലേ? ഇത് 45ഉം അടുത്തത് 7 × 5 35. അതിന്റെയും ഡിഫറൻസ് എടുക്കുക. 45 - 35 ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഡിഫറൻസ് എടുത്തു. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഡിഫറൻസ് എടുത്തു. ഇനി ഈ രണ്ടാമത് കിട്ടിയ ഡിഫറൻസിനെ ആദ്യം കിട്ടിയ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 10. അപ്പൊ ഇവിടെ ഇത് ആദ്യം 2 ആയിരുന്നെങ്കിൽ 10/2, അപ്പൊ 5 കിട്ടുമായിരുന്നു. ഏതായാലും ഇവിടെ ഇപ്പൊ 10ഉം ഇവിടെ 1ഉം ആണ്. ഇപ്പൊ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 10 കിട്ടി. ഈ കിട്ടിയ 10 കൊണ്ട് ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലൈനിൽ ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 10ഉം ഇവിടെ 3 × 10ഉം വന്നു. ഇത് പ്രസന്റിന്റെ ലൈൻ ആയിരുന്നല്ലോ, ഫസ്റ്റ് ലൈൻ പ്രസന്റിന്റെ ലൈനാണ്. അപ്പോൾ പ്രസന്റിലുള്ള ഏജ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഈ ഇങ്ങനെ കിട്ടുന്ന നമ്പർ കൊണ്ട് ഫസ്റ്റ് ലൈനിൽ, ഓർക്കണം, ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ആവും, സെക്കൻഡ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യരുത്, ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഏത് ടൈമിന്റെ ആണോ ആ ടൈമിലുള്ള ഏജ് കിട്ടിക്കോളും.
സോ എയുടെ പെർസെൻറ്റേജ് 40, ബിയുടെ പെർസെൻറ്റേജ് 30 എന്ന് കിട്ടി. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറിച്ച് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതായത് പ്രസന്റ് റേഷ്യോ 4:3, പ്രസന്റ് റേഷ്യോ 4:3 ബിഫോർ 5 years, റേഷ്യോ 7:5 ആയിരുന്നു എന്ന് കരുതുക. പ്രസന്റ് റേഷ്യോ 4:3 ബിഫോർ 5 years 7:5. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിൽ എഴുതേണ്ടത് ഇവയിൽ ടൈം പീരീഡിൽ ആദ്യം വരുന്ന റേഷ്യോയാണ്. പ്രസന്റും ബിഫോർ 5 year പറയുമ്പോൾ ടൈം പീരീഡിൽ ആദ്യം ബിഫോർ 5 year ആണ്. സോ ബിഫോർ 5 year റേഷ്യോ ഫസ്റ്റ് ലൈനിൽ എഴുതി. അതിന്റെ താഴത്തെ ലൈനിൽ രണ്ടാമത്തെ റേഷ്യോ 4:3 എഴുതി. അതിന്റെ താഴത്തെ ലൈനിൽ ഇതിനിടയ്ക്കുള്ള ഇയർ 5 എഴുതുക. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുക്കണം. 21-ഉം 20-ഉം ഉണ്ട്. അപ്പൊ 21 - 20 = 1 കിട്ടി. ഇവിടെ 20-ഉം 15-ഉം ഉണ്ട്. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 5 കിട്ടി. ആദ്യത്തെ ഡിഫറൻസ് കിട്ടിയത് 1, ഇവിടെ ഡിഫറൻസ് കിട്ടിയത് 5. അപ്പോൾ ഇനി 5 ഡിവൈഡഡ് ബൈ 1 ആയ 5 എടുക്കണം. 5 ഡിവൈഡഡ് ബൈ 1 = 5. ഈ കിട്ടിയ 5 കൊണ്ട് ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 5, ഇവിടെ 5 × 5. 7 × 5 35-ഉം 5 × 5 25. ഇത് ബിഫോർ 5 year ലൈൻ ആയിരുന്നു. ബിഫോർ 5 year ലൈനാണ്. അപ്പോൾ ബിഫോർ 5 year ഉള്ള ഏജ് ആണ് ഈ കിട്ടിയത്. ബിഫോർ 5 year എയുടെ ഏജ് 35, ബിയുടെ ഏജ് 25. അപ്പോൾ ഇനി പെർസെന്റേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് 5 ആഡ് ചെയ്താൽ മതി. 35 + 5 40, 25 + 5 30. അപ്പോൾ ഓർക്കണം, സെക്കൻഡ് ലൈനിൽ അല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സെക്കൻഡ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 5 20-യും 5 × 3 15 കിട്ടുള്ളൂ. അതല്ല, ഇതാണ് പ്രസന്റ് ലൈൻ. അവിടെ അല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എപ്പോഴും ഫസ്റ്റ് ലൈനിൽ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ കിട്ടുന്ന നമ്പർ കൊണ്ട് ഫസ്റ്റ് ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലൈൻ ഏത് ടൈം പീരീഡിന്റെയാണോ ആ സമയത്തെ ഏജ് ആണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത്. കൂടുതൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. ഈ പറഞ്ഞ മെത്തേഡുകൾ ഷോർട്ട് കട്ടുമെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ ഈ പറയുന്ന എപ്പിസോഡുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.